വചനം തിരുവചനം. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 45 മുതൽ വാക്യങ്ങൾ. യേശു വെള്ളത്തിന് മീതെ നടക്കുന്നു. താൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുമ്പോഴേക്കും വഞ്ചിയിൽ കയറി തനിക്ക് മുമ്പേ മറുകരയിലുള്ള ബെത്സയിദയിലേക്ക് പോകുവാൻ അവൻ ശിഷ്യന്മാരെ നിർബന്ധിച്ചു. ആളുകളോട് യാത്ര പറഞ്ഞ ശേഷം അവൻ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി. വൈകുന്നേരമായപ്പോൾ വഞ്ചി നടുക്കടലിലായിരുന്നു. അവൻ തനിച്ച് കരയിലും. അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി എന്ന് അവൻ മനസ്സിലാക്കി. കാരണം കാറ്റ് പ്രതികൂലമായിരുന്നു. രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിനു മീതെ നടന്ന് അവരുടെ അടുത്തെത്തി അവരെ കടന്നു പോകാൻ ഭാവിച്ചു. അവൻ കടലിനു മീതെ നടക്കുന്നത് കണ്ട് അതൊരു ഭൂതമായിരിക്കുന്നുവെന്ന് കരുതി അവർ നിലവിളിച്ചു. അവരെല്ലാവരും അവനെ കണ്ടു പരിഭ്രമിച്ചു പോയി. ഉടനെ അവൻ അവരോട് പറഞ്ഞു, ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. അവൻ വഞ്ചിയിൽ കയറി. അപ്പോൾ കാറ്റു ശമിച്ചു. അവർ ആശ്ചര്യഭരിതരായി. കാരണം അപ്പത്തെക്കുറിച്ച് അവർ ഗ്രഹിച്ചിരുന്നില്ല. അവരുടെ ഹൃദയം മന്ദീഭവിച്ചിരുന്നു. ഏറ്റവും സ്നേഹമുള്ളവരെ, ധൈര്യമായിരിക്കുവിൻ, ഭയപ്പെടേണ്ട, ഇതു ഞാനാണ്. പറഞ്ഞത് സത്യമാണ്. സത്യം. ഈശോ പറഞ്ഞില്ലേ, ഞാൻ വഴിയും സത്യവും ജീവനും, സത്യം മാത്രം പറയുന്ന സത്യം. ഈശോ പറയുന്നു, ധൈര്യമായിരിക്കുവിൻ, ഇത് ഞാനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒപ്പം ഞാനുണ്ട്, ഇത് ഞാനാണ്. അവൻ വഞ്ചിയിൽ കയറി. അപ്പോൾ കാറ്റു ശമിച്ചു. പ്രിയമുള്ള സഹോദരങ്ങളെ, വെള്ളത്തിന് മുകളിലൂടെ നടക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നു. വെള്ളത്തിന് മുകളിലൂടെ നടക്കുന്ന ഈശോയെ കാണുന്നു. ആഞ്ഞടിച്ചലറുന്ന തിരമാലകളുണ്ട്, അടിയിൽ വൻ ചുഴികളുണ്ട്, അടിയൊഴുക്കുകളുണ്ട്. കുത്തൊഴുക്ക് നീങ്ങുന്ന ആ കടലിന് മുകളിലൂടെ ഈശോ നടക്കുമ്പോൾ ഇതിലൊരു അർത്ഥവ്യാഖ്യാനം നമ്മളൊന്ന് മനനം ചെയ്യണം. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു തലമാണ്. ചുഴികൾ, വൻ തിരമാലകൾ, അടിയൊഴുക്കുകൾ, ഒരു പക്ഷേ നമ്മളെ ഒഴുക്കിക്കൊണ്ടു പോകുന്ന പ്രശ്ന സങ്കീർണതകളൊക്കെ അല്ലേ അതിൻ്റെ ഒരു പ്രതീകം കൂടിയല്ലേ ഇത്? ഈശോ വെള്ളത്തിന് മുകളിൽ നടന്നു. ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിലും അടിയൊഴുക്കുകളും ആഞ്ഞടിച്ചലറുന്ന തിരമാല പ്രശ്നങ്ങളും വൻ ചുഴികളും ഒക്കെ ഉണ്ടാകാം. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? ഒരു പ്രശ്നം പോലും എന്നെ മൂടാൻ ഞാൻ അനുവദിക്കരുത്. ഒരു പ്രശ്നം പോലും എന്നെ മൂടാൻ ഞാൻ അനുവദിക്കരുത്. മറിച്ച് എൻ്റെ കൂടെ ധൈര്യമായിരിക്കും, ഇത് ഞാനാണ് എന്ന് പറഞ്ഞു കൂടെ നിൽക്കുന്ന ഈശോയെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ വളരെ ഈസിയായി പ്രശ്നങ്ങളെ നമ്മുടെ കാൽക്കീഴിലാക്കി നമ്മൾ കടന്നു പോവുക. ഈസിയായ പ്രശ്നം. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ പ്രശ്നങ്ങളെ വലുതായി കാണും. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിന് സാധ്യമല്ലാത്ത എന്ത് പ്രശ്നമുള്ളത്? നമ്മൾ മനസ്സിലാക്കുക, കർത്താവിന് നോക്കേണ്ട ഞാൻ പ്രശ്നങ്ങളെ വലുതായി കണ്ടു കഴിഞ്ഞാൽ, കർത്താവ് എൻ്റെ മറുഭാഗത്ത് നിൽക്കുന്നു, ഞാൻ കർത്താവിനെ നോക്കുക. ഈ കർത്താവിന് നോക്കേണ്ട ഞാൻ ഈ പ്രശ്നങ്ങളെ വലുതായി കണ്ടു കഴിഞ്ഞാൽ എൻ്റെയും കർത്താവിൻ്റെയും മധ്യയെ പ്രശ്നങ്ങൾ ഉയർന്നു നിൽക്കുന്ന കാരണം എനിക്ക് കർത്താവിനെ കാണാൻ പറ്റിയല്ല. മനസ്സിലാകണം, ഒന്ന് ചിന്തിക്കുക. എൻ്റെ മുൻപിൽ കർത്താവുണ്ട്. എന്നാൽ ഈ എല്ലാം സാധ്യമാക്കുന്ന, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായ കർത്താവിനെ ഞാൻ ശ്രദ്ധിക്കാതെ എൻ്റെ പ്രശ്നങ്ങളെ ശ്രദ്ധിച്ചാൽ ഈ കർത്താവിനേക്കാളും വലിയ പ്രശ്നമായിട്ട് ഞാൻ പ്രശ്നത്തെ കണ്ടു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഉയർന്നു നിൽക്കും, കർത്താവ് അപ്പുറത്ത് നിൽക്കും. പക്ഷേ ഈ പ്രശ്നങ്ങൾ കാരണം കർത്താവിനെ കാണാൻ പറ്റിയാലോ നമുക്ക്? അതുകൊണ്ട് സങ്കീർത്തനം 34-ാം അധ്യായം 5-ാം വാക്യം പറയുന്നത്, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല. എൻ്റെ പ്രിയമുള്ളവരെ, ആർക്കാ പ്രശ്നങ്ങളില്ലാത്തത്? ആർക്കാ പ്രശ്നങ്ങളില്ലാത്തത്? എവിടെയാ സംഘർഷഭരിതമായ അവസ്ഥകളില്ലാത്തത്? എവിടെയാണ് രോഗവും, എവിടെയാണ് കടബാധ്യതയും, എവിടെയാണ് പ്രശ്ന സങ്കീർണതകളും ഇല്ലാത്തത്? ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. പക്ഷേ അത് നോക്കിയിരുന്നു കഴിഞ്ഞാൽ ജീവിതം നിരാശ, ആകുലത, ഉത്കണ്ഠ, വ്യഗ്രത, അവസാനം ക്ഷീണം, തളർച്ച. നമ്മൾ
ഈ തിരമാലയ്ക്കുള്ളിലേക്ക് താണുപോകുന്ന അവസ്ഥയുണ്ടാകും. മറിച്ച് കർത്താവ് പറയുന്നു, ധൈര്യമായിരിക്കുവിൻ, ഇതു ഞാനാണ്, ഭയപ്പെടേണ്ട. ധൈര്യമായിരിക്കുവിൻ, ഇത് ഞാനാണ്, ഭയപ്പെടേണ്ട. എൻ്റെ സ്നേഹ സഹോദരങ്ങളെ, എൻ്റെ ഒരു എളിയ ജീവിതത്തിലെ അനുഭവം ഞാൻ ഓർത്തു പോവുകയാണ്. ഞാൻ പല വേദിയിലും ഞാൻ ഇത് പങ്കുവെച്ചുള്ള കാര്യമാണ്. എങ്കിൽ പോലും വീണ്ടും പരിശുദ്ധാത്മാവൊന്ന് പ്രേരിപ്പിക്കുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, കോളേജ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, ആകപ്പാടെ ഇങ്ങനെ അസ്വസ്ഥനായി നിരാശനായൊക്കെ നടക്കുമ്പോൾ എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കും എന്നൊക്കെയുള്ള ഒരു വലിയ സംഘർഷഭരിതമായ അവസ്ഥയിൽ ഞാൻ നീങ്ങുമ്പോൾ ഞാൻ ഒരിക്കൽ ഒരു യുവജന ധ്യാനം ഇതിൽ പങ്കെടുക്കുക. ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ അപ്പോൾ എൻ്റെ മനസ്സിലെ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ വചനമൊക്കെ പ്രഘോഷിക്കപ്പെടുന്നുണ്ടെങ്കിലും അതൊന്നും എന്നെ ബാധിക്കുന്നില്ല. കാരണം അതിലൊക്കെ ശ്രദ്ധിക്കാതെ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, പിന്നെ ഇതൊക്കെയല്ല ഇതിൽ കാര്യമുള്ളത് എന്നൊക്കെ ഞാൻ കരുതി ഇങ്ങനെ വളരെ ശാന്തമായിരിക്കുക. ശാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊന്നും വലിയ താല്പര്യമില്ലാതിരിക്കുകയാണ്. വചനങ്ങളൊക്കെ പറയുന്നുണ്ട്, അവിടെ കുമ്പസാരം നടക്കുന്നു, കുർബാനയൊക്കെ ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും എനിക്ക് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല, എന്നെ ഒന്നും സ്പർശിക്കുന്നുമില്ല. അങ്ങനെ അലസമായി ആ ധ്യാനത്തിൽ ഞാൻ ചടഞ്ഞിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ധ്യാനഗുരു ആയ സ്നേഹവൈദികൻ ഇങ്ങനെ ഒരു ആരാധന സമയത്ത്, ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചിരുന്ന ആരാധന സമയത്ത് ആ വൈദികൻ ഇങ്ങനെ പറയുകയാണ്, നിങ്ങളുടെ ഏത് പ്രതികൂലമായ ചിന്തകൾക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിരാശയോ വിഷാദമോ ആകുലതയോ ഉത്കണ്ഠയോ എന്തുമായിക്കൊള്ളട്ടെ, അതൊക്കെ നിങ്ങളുടെ അടിയറ വയ്ക്കാനുള്ളൊരു ഇടം അത് പരിശുദ്ധ കുർബാന സവിധമാണ്, കുർബാനയുടെ സന്നിധിയിലാണ്, ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിലാണ്. കാരണം ജീവൻ്റെ അപ്പമായ ദിവ്യകാരുണ്യം ഈശോ മാത്രമാണ് യഥാർത്ഥ ഉത്തരം നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് നിങ്ങൾ ഈശോയ്ക്ക് ഇത് അടിയറ വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ അതുവരെ ഞാൻ അലസനായി അശ്രദ്ധനായിരുന്ന ഞാൻ എൻ്റെ ജീവിത പ്രശ്നങ്ങൾ ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഒന്ന് തുറക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ഞാൻ അവിടെ നിന്ന് ആ ദിവ്യകാരുണ്യനാഥനോട് പറഞ്ഞു, എൻ്റെ കർത്താവേ, ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഭാവിയെക്കുറിച്ച് എനിക്ക് ആകുലതയാണ്, ഉത്കണ്ഠയാണ്, എനിക്കൊരു വ്യക്തത കിട്ടുന്നില്ല, ജോലിയൊന്നും ആയിട്ടില്ല, എനിക്ക് സാമ്പത്തിക തലങ്ങളൊക്കെ ശുഷ്കമായിരിക്കുന്നു, ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഞാനിങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ ദിവ്യകാരുണ്യ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ആ ധ്യാനഗുരു ആയ ബഹുമാനപ്പെട്ട അച്ഛൻ എന്നെ വിളിച്ച് പറയുകയാണ്, ഇവിടെ തൻ്റെ ജീവിതത്തിൻ്റെ ആകുലതയും വ്യഗ്രതയുമായി കർത്താവിൻ്റെ സന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു യുവാവിനോട് കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും, എൻ്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും എന്ന് ദൈവം പറയുന്നു എന്ന് ഒരു ദർശനത്തിൻ്റെ ഒരു വെളിപാട് പോലെ ആ വൈദികൻ ഈ സമൂഹത്തോട് വിളിച്ച് പറഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ, അത് എൻ്റെ ഹൃദയത്തിൽ ഒരു വലിയ സ്പർശം ആയി അനുഭവപ്പെട്ടു. എന്നെ തൊടുന്ന അവസ്ഥ, ആ വചനം എന്നെ സ്പർശിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ വിജയകരമായ വലതുകരം അതുകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ദൈവശാസ്ത്രപരമായി ദൈവത്തിൻ്റെ വലതുകരം എന്ന് ഉദ്ദേശിക്കുന്ന ക്രിസ്തുവിനെയാണെന്ന് വിവക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആ ഈശോ നിന്നെ താങ്ങും എന്നുള്ള ദൈവത്തിൻ്റെ വചനം, ഈശോയാണ് രക്ഷകൻ, യേശുവാണ് ഏകരക്ഷകൻ. നിൻ്റെ ഏത് പ്രതികൂലമായ അവസ്ഥകളിലും, നിൻ്റെ തകർച്ചകളിലും, നിൻ്റെ നൊമ്പരങ്ങളിലും, നിൻ്റെ രോഗങ്ങളിലും, നിൻ്റെ കടബാധ്യതകളിലും നീ ഇനി എന്തു ചെയ്യുമെന്ന് നട്ടം തിരിയുന്ന അവസ്ഥകളിൽ ഒരേ ഒരു ആൻസർ, ഓൺലി ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തു മാത്രം. പ്രിയമുള്ളവരെ, അവൻ്റെ അരികിലേക്ക് ഉത്തരവുള്ളൂ. ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയായി ഈശോ. ഇത് നൂറ്റാണ്ടുകളായി അന്നും ഇന്നും എന്നും ഏക ഉത്തരം പ്രശ്നങ്ങൾക്ക്, ഏക ഉത്തരം സങ്കീർണതകൾക്ക് അത് ഈശോയാണ്. ഈശോ എന്ന സ്നേഹം, ഈശോയായ വഴി. നമ്മൾ പറയാറില്ലേ, ഇനിയിപ്പോൾ എന്നടാവേ ഒരു വഴിയുള്ളത്, ഇല്ലേ? നമ്മൾ സാധാരണ ജീവിതത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഇനി എന്താ ഒരു വഴി? പ്രിയമുള്ളവരെ, വഴി ഒന്നേ ഉള്ളൂ, ഈശോ പറഞ്ഞു, ഞാനാണ് വഴി. എന്താണെങ്കിലും എൻ്റെ സഹോദരങ്ങളെ, ആ വചനം എൻ്റെ ഹൃദയത്തിൽ വലിയൊരു ചലനവും ജ്വലനവും ഉണ്ടാക്കി. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. എൻ്റെ സ്നേഹ സഹോദരങ്ങളെ, എൻ്റെ എളിയ ഈ ഗാനരചനാ മേഖല അവിടെ തുറക്കുകയായിരുന്നു.
അന്ന് ഡയറിയിൽ ഞാൻ കുറിച്ച് വെച്ചു, എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞു, എൻ്റെ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ പകർന്നു തന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന്. കൂടെയുള്ള ആ സ്നേഹം, ആ ദൈവം കൂടെയുള്ളപ്പോൾ ഞാൻ എന്തിന് ആകുലപ്പെടണം? ഞാൻ എന്തിന് ഭയപ്പെടണം? പ്രശ്നങ്ങൾ വന്നാൽ ഞാൻ എന്തിന് പതറണം? ഞാൻ എന്തിന് നിരാശപ്പെടണം? എൻ്റെ കർത്താവ് കൂടെയില്ലേ? അതിൽ നിന്നുമാണ് ആദ്യത്തെ ഗാനം ഉറവെടുത്തത്. ആ ഗാനം ഇങ്ങനെയായിരുന്നു: ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിൻ്റെ ദൈവമല്ലേ, കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിൻ്റെ കൂടെയില്ലേ. ഈ ദൈവം അന്നും ഇന്നും എന്നും നമ്മളോട് പറയുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഓരോ പരീക്ഷകൾ വരുമ്പോഴും നമുക്കറിയാമല്ലോ, അത് നമ്മൾ വിജയിക്കാൻ വേണ്ടിയാണ്. ദൈവം കാത്തിരിക്കും. നമ്മളെങ്ങനെയാണ് ആ പരീക്ഷയിൽ എങ്ങനെയാണ് നീങ്ങുന്നതെന്ന്. പരാജയപ്പെടുകയാണോ വിജയിക്കുകയാണോ? വിജയിക്കണമെന്നാണ് ദൈവത്തിന് ആഗ്രഹം. അതെങ്ങനെയായിരിക്കണം? വിശ്വാസപൂർവ്വം നമ്മൾ നീങ്ങണം. കർത്താവിൻ്റെ മുൻപിൽ വിശ്വാസപൂർവ്വം നീങ്ങണം. നമ്മളൊരു പക്ഷേ നിരാശപ്പെട്ട് പോയേക്കാം. ഇനി ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത്? എനിക്ക് ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എല്ലാം കൈവിട്ട് പോയല്ലോ. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ പ്രിയമുള്ളവരെ? നമ്മൾ എല്ലാ പിടിയും വിട്ടു. ഇനി ഒരു രക്ഷയുമില്ല. മാനുഷികമായി ചിന്തിച്ചാൽ ഇനി ഒരു ഉത്തരവുമില്ലാത്ത അവസ്ഥയിൽ ഒറ്റ കാര്യം ചെയ്യാമോ? അധികമൊന്നും വേണ്ട. ഒരു 5 മിനിറ്റെങ്കിലും കർത്താവേ, ഈ പ്രശ്നങ്ങളെ ഓർത്ത് ഈശോയെ നന്ദി എന്നിട്ട് പറയണം, ഈശോയെ ഞാൻ വിജയിക്കും, ഞാൻ അനുഗ്രഹിക്കപ്പെടും, അങ്ങൻ്റെ കൂടെയുണ്ട്, അങ്ങെന്നെ തളർത്തില്ല, ഞാൻ പരാജയപ്പെടില്ല, അങ്ങൻ്റെ ദൈവമാണ്, അങ്ങെന്നെ അനുഗ്രഹിക്കും, അങ്ങെന്നെ നയിക്കും, അങ്ങെന്നെ ഭരിക്കും, അങ്ങെന്നെ വളർത്തും. ഇങ്ങനെ പോസിറ്റീവായി ഈശോയുടെ നാമം അങ്ങോട്ട് പറഞ്ഞു നോക്കിയ പ്രിയമുള്ളവരെ, ഉറപ്പ് നീ പടി കയറുന്നതായിട്ട് അനുഭവം ഉണ്ടാകും. ഉറപ്പാത്. തീർച്ചയായും ഈ അനുഭവം ഇതിനു മുമ്പ് ഒത്തിരി നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം. എങ്കിലും ഇനി നമുക്കറിയാം, ഇനിയുള്ള കാലഘട്ടം ഇനി നമുക്കറിയാം, എവിടെ നോക്കിയാലും അസ്വസ്ഥതകളുടെ ഒരു ഉന്നതമായ പർവ്വതങ്ങൾ ഉയരുക നമ്മുടെ ചുറ്റിലും. അസ്വസ്ഥതകളുടെ പർവ്വതങ്ങൾ ഉയരുക ചുറ്റിലും. തളരരുത്, പതറരുത്, ഇടറരുത്. ദൈവം കൂടെയുണ്ട്. ദൈവം ഒരിക്കലും നമ്മളെ കൈവിടില്ല പ്രിയമുള്ളവരെ. മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവിൽ ആശ്രയിക്കുന്നവന് മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അല്ലാതെ മാനുഷികമായുള്ള സ്വന്തം ബുദ്ധിയിലുള്ള ആശ്രയബോധം, സ്വാശ്രയബോധമൊന്നും പ്രിയമുള്ളവരെ ഒരു ഫലവും ചെയ്യില്ലെന്ന് മാത്രമല്ല, എല്ലാം സാധ്യമാകുന്നവന്, ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയായ ഈശോയ്ക്ക് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഇന്നലകളിലെ പ്രശ്നങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ അവന് സാധിക്കും. നമ്മുടെ പഴയ തലമുറകളുടെ ഉള്ളറകളിലെ പ്രശ്നസംഖ്യകളിലേക്ക് കടന്നു ചെല്ലാൻ ഈശോയ്ക്ക് പറ്റും. നമ്മുടെ ഭാവിയുടെ മുന്നേറ്റത്തിലേക്ക് നീങ്ങാൻ ഈശോയ്ക്ക് പറ്റും. ഇന്നാകുന്ന വർത്തമാനകാലത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും ഉത്തരം തരാൻ കർത്താവിന് പറ്റും. അവൻ പറയുന്നു, ധൈര്യമായിരിക്കുവിൻ, ഇതു ഞാനാണ്. സിയോന് യാത്ര ചെയ്തിൽ മനമേ, നീ ഭയപ്പെടേണ്ട. കണ്ടോ, നീ തെല്ലും ഭയപ്പെടേണ്ട. ഭയമേതുമില്ലെൻ്റെ ദൈവം പരിപാലിച്ചെന്നെ വളർത്തും. ആനന്ദത്തേളി നീർച്ചോലയിൽ അനുദിനം വഴി നടത്തും. നീയല്ലോ എൻ്റെ ഇടയൻ, വഴി കാട്ടും നായകൻ. വഴി കാട്ടുന്ന നായകനാണ് ഈശോ. ഈശോ പറഞ്ഞു, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. നമുക്ക് ജീവൻ തരും ദൈവം. ഈശോ ജീവൻ തരും. പ്രിയമുള്ളവരെ, ചതഞ്ഞ ഞാങ്ങണ അവൻ ഒടിക്കുകയില്ല, പുകയുന്ന കരിന്തിരി അവൻ കെടുത്തുകയില്ല. നമ്മൾ ചിന്തിക്കാറില്ലേ, പുകയുന്ന കരിന്തിരി ഒന്ന് ധ്യാനിച്ച് നോക്കിയേ. പുകയുന്ന കരിന്തിരി എന്താ അവസ്ഥ? പുകയുന്ന കരിന്തിരി കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, ഇനി കെടാനാണ് അതിൻ്റെ വിധി. കാരണം കരിന്തിരിയാണ്, ഒരു സാധ്യതയുമില്ല, അത് കെട്ടുപോകും. മനുഷ്യൻ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് അങ്ങനെയാണ്. ഇത് ഇനി പറ്റിയല്ല, തീർന്നു കേട്ടോ, കാരണം പുകഞ്ഞു തുടങ്ങി, കരിന്തിരിയായി. അതും മാനുഷിക കാഴ്ചപ്പാടാണ്.
എന്നാൽ ദൈവം പുകയുന്ന കരിന്തിരി കെടുത്തുകയില്ല. അവൻ പരിശുദ്ധാത്മാവിൻ്റെ എണ്ണയൊഴിച്ച് അത് ഉജ്ജീവിപ്പിച്ചെടുക്കും. അത് തെളിനാളമായി കത്തിച്ചുണർത്തും. അതിൻ്റെ പ്രശോഭ കൊണ്ട് ചുറ്റുപാടുകൾ ആ പ്രശോഭയിൽ നിറയും. സ്നേഹസോദരങ്ങളെ, പുകയുന്ന കരിന്തിരി അവൻ കെടുത്തുകയില്ല. ചതഞ്ഞ ഞാങ്ങണ അവൻ ഒടിക്കുകയില്ല. ചതഞ്ഞ ഞാങ്ങണ മാനുഷിക ഭാവത്തിൽ, മാനുഷിക കാഴ്ചപ്പാടിൽ ചതഞ്ഞു പോയി കഴിഞ്ഞ് നമ്മൾ പറയും, ഓ അവൻ തീർന്നു, ഇനിയിപ്പോൾ അവൻ്റെ രക്ഷയൊന്നുമില്ലെന്നേ. അവന് അവസ്ഥ, അയ്യോ സങ്കടം വരും. നമ്മളൊക്കെ പല കാര്യങ്ങളൊക്കെ കണ്ടും കേട്ടും നമ്മൾ പറയാറില്ല എങ്ങനെ, ഓ അവൻ പോയി കേട്ടോ, പോക്കായി, ഇനിയിപ്പോൾ വലിയ രക്ഷയൊന്നുമില്ല. അത് ചതഞ്ഞ ഞാങ്ങയുടെ അവസ്ഥയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, യേശു എന്ന രക്ഷകനുണ്ടല്ലോ, ഈ ചതഞ്ഞ ഞാങ്ങണയെ കണ്ടറിഞ്ഞാൽ അവൻ അടുത്തു വരും. ലോകം ചതഞ്ഞു പോയി എന്ന് തള്ളിക്കളഞ്ഞ ആ ഞാങ്ങണയെ അവൻ വച്ചുകെട്ടും. അവൻ ജീവൻ പകരും. ക്രമേണ ആ ഞാങ്ങണ ശാഖ വീശും. ആ ചതഞ്ഞരഞ്ഞു പോയി എന്ന് കരുതുന്നതിനെ ജീവൻ നൽകി ഉണർത്താൻ ഈശോയ്ക്ക് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഇല്ലായ്മയിലേക്ക്, വല്ലായ്മയിലേക്ക്, തളർച്ചയിലേക്ക്, സഹനങ്ങളിലേക്ക്, നൊമ്പരങ്ങളിലേക്ക് നോക്കി തളർന്നിരിക്കാനല്ല, മറിച്ച് ഉണരണം. എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിക്കും, എൻ്റെ കർത്താവ് എന്നെ വഴി നടത്തും. എൻ്റെ ദൈവം ഒരു പക്ഷേ നാട്ടുകാരും വീട്ടുകാരും പ്രിയപ്പെട്ടവരും എല്ലാം പറഞ്ഞേക്കാം ഞാൻ തീർന്നു എന്ന്. എന്നാൽ എൻ്റെ ദൈവം എന്നെ ചേർത്ത് പിടിക്കും, എന്നെ നട്ടുനനയ്ക്കും, എന്നെ പണിതുയർത്തും. എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അവൻ പറയുന്നു, ധൈര്യമായിരിക്കുവിൻ, ഇത് ഞാനാണ്. അവൻ വഞ്ചിയിൽ കയറി. പ്രിയമുള്ളവരെ, അപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോൾ കാറ്റു ശമിച്ചു. അവൻ വഞ്ചിയിൽ കയറി, അപ്പോൾ കാറ്റു ശമിച്ചു. ഒന്നേ ചെയ്യേണ്ടതുള്ളൂ, എൻ്റെയും നിൻ്റെയും ജീവിതമാകുന്ന വഞ്ചിയിലേക്ക് നമ്മുടെ ഈശോയ്ക്ക് ഒരു സീറ്റ് കൊടുക്കാമോ? നമ്മൾ പലരിലും നമ്മൾ ആശ്രയം തേടിയല്ലോ. പല കാര്യങ്ങളിലും പോയി, അവിടെ പോയി, ഇവിടെ പോയി, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. നമ്മുടെ പണി 18 നമ്മൾ പയറ്റി, ഒരിടത്തും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതാ കാറ്റ് വീശുകയാണ്, പ്രശ്നങ്ങളുടെ കാറ്റ് വീശുകയാണ്, കൊടുങ്കാറ്റ് വീശുകയാണ്, ആഞ്ഞടിച്ചലർന്ന് തിരമാല ഉയരുകയാണ്. എവിടെ നോക്കിയിട്ട് ഉത്തരമില്ല, കര കാണാൻ പറ്റുന്നില്ല, നടുക്കടലില്ല, ഞാൻ എന്ത് ചെയ്യും എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്റെ ജീവിത വഞ്ചിയിൽ കയറ്റാമോ ആ ഈശോയെ? എൻ്റെയും നിൻ്റെയും ജീവിത വഞ്ചിയിൽ അവൻ കയറിയാൽ കാറ്റ് ശമിക്കും, എവിടെയും ശാന്തി നിറയും, സമാധാനമുണ്ടാകും. ഇനി അവൻ നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ട് പിന്നെയും കാറ്റും പ്രശ്നങ്ങളും ഉണ്ടായെന്നിരിക്കട്ടെ, അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ്. ചിലർ പറയാറുണ്ട്, ഈ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്, ഇങ്ങനെ ഇതിന് തുടങ്ങിയതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ. പ്രിയമുള്ളവരെ, ഒന്നും ചിന്തിക്കേണ്ട. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിനോട് ചേർന്നിരിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണോ? അത് നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി, അത് നമ്മെ നവീകരിക്കാൻ വേണ്ടി, അത് നമ്മളെ പണിതുയർത്താൻ വേണ്ടി ദൈവം അനുവദിക്കുന്നതാണെന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? സഹനത്തിൻ വേളകളിൽ ആരെയും പഴിക്കാതെ എപ്പോഴും സ്തുതി പാടുവാൻ യേശുവേ കൃപയേകണേ. സഹനത്തിൻ വേളകളിൽ ആരെയും പഴിക്കാതെ എപ്പോഴും സ്തുതി പാടുവാൻ യേശുവേ കൃപയേകണേ. അതുകൊണ്ട് കാറ്റും കോളും നിറഞ്ഞ ജീവിതം എപ്പോഴും നമ്മുടെ മുൻപിൽ ഇതാ കടന്നു വന്നേക്കാം. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ധൈര്യം സംഭരിക്കണം. പരിശുദ്ധാത്മാവ് തരും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും.
അത് മാനുഷിക ശക്തിയല്ല, നമുക്ക് കുറേ കായബലവും അല്ലെങ്കിൽ നമുക്ക് കുറേ ശാരീരിക ആരോഗ്യം, ഇതല്ല, മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഈ ശക്തി നമുക്ക് പിടിച്ചു നിൽക്കാൻ കെൽപ്പ് തരും, ബലം തരും. പരിശുദ്ധാത്മാവ് നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ പ്രിയമുള്ളവരെ, പ്രശ്നങ്ങളെ ചുമ്മാ പുല്ലുപോലെ കാണാൻ, വേറും ഈസി അല്ലേ? മല പോലെ വരുന്ന പ്രശ്നങ്ങൾ പുക പോലെ പോകും ഈശോ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ. ആയതിനാൽ ആ ഈശോയിലേക്ക് നോക്കുക. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. അവിടുന്ന് വീണ്ടും വീണ്ടും നമ്മോട് പറയുന്നു, ധൈര്യമായിരിക്കുവിൻ, കരുത്താർജിക്കുവിൻ, ഇതു ഞാനാണ്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ നിൻ്റെ ദൈവമാണ്, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ വിജയകരമായ വലതുകരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഏത് പ്രതികൂലതയിലും നമ്മൾ പ്രശ്നങ്ങളിലേക്കല്ല നോക്കേണ്ടത്, സംഭവങ്ങളിലേക്കല്ല നോക്കേണ്ടത്, ക്രിസ്തുവിലേക്ക് നോക്കാൻ നമ്മുടെ നയനങ്ങൾ തുറക്കാം, അകക്കണ്ണുകൾ തുറക്കാം, ജീവിതം സമർപ്പിക്കാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.